നക്ഷത്രസമൂഹങ്ങളെക്കുറിച്ചുള്ള ഒരു ദ്രുത അവലോകനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പണ്ടുകാലത്തെ നാവികർക്കും കഥാകൃത്തുക്കൾക്കും കൃത്യമായ വഴിവിളക്കായിരുന്ന ഈ നക്ഷത്രക്കൂട്ടങ്ങളെ ഇന്നത്തെ ആധുനിക ശാസ്ത്രം എങ്ങനെയാണ് ശാസ്ത്രീയമായൊരു ഭൂപടമായി മാറ്റിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി നക്ഷത്രസമൂഹങ്ങളും ആസ്റ്ററസുകളും തമ്മിലുള്ള വ്യത്യാസമെന്താണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാമോ, നക്ഷത്രസമൂഹങ്ങൾ എന്നത് പുരാതന ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ ഓറിയോണിനെപ്പോലെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട നക്ഷത്രക്കൂട്ടങ്ങളാണ്. എന്നാൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ബിഗ് ഡിപ്പർ പോലെയുള്ളവ വെറും ആസ്റ്ററസങ്ങൾ മാത്രമാണ്, അതായത് വലിയ മിത്തുകളോ കഥകളോ ഇല്ലാത്ത ചില വ്യക്തമായ നക്ഷത്രരൂപങ്ങൾ. രണ്ടാമതായി ദക്ഷിണാർദ്ധഗോളത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ലോകത്തിന്റെ മറുവശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആകാശത്തെ ഭൂപടം തലകീഴായി മാറുന്നതുപോലെയാണിത്. യൂറോപ്യൻ നാവികർ തെക്കൻ അർദ്ധഗോളത്തിലെത്തിയപ്പോഴാണ് അവിടത്തെ പുതിയ നക്ഷത്രങ്ങളെ കണ്ടെത്തുന്നത്. പിന്നീട് നിക്കോളാസ് ലൂയിസ് ഡി ലെക്കേൽ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ് തുടങ്ങിയ അന്നത്തെ ശാസ്ത്രോപകരണങ്ങളുടെ പേരുകൾ നൽകി ആകാശഭൂപടത്തിലേക്ക് പുതിയ രൂപങ്ങൾ കൂടി ചേർത്തു. അവസാനമായി ഇവയുടെ ഔദ്യോഗിക നാമകരണം. അതെ, ആകാശത്ത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ടെങ്കിലും ഇന്ന് ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ കൃത്യമായി 88 നക്ഷത്രസമൂഹങ്ങളെ മാത്രമാണ് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത്. ഇവ വെറും രൂപങ്ങളല്ല കേട്ടോ, മറിച്ച് ഒരു വലിയ ജിഗ്സോ പസിലിന്റെ കഷണങ്ങൾ പോലെ ആകാശത്തെ കൃത്യമായി തിരിക്കുന്ന 88 അതിരുകളാണ്. ഒരു നക്ഷത്രം പോലും വിട്ടുപോകാതിരിക്കാൻ അവയുടെ തിളക്കമനുസരിച്ച് ഗ്രീക്ക് അക്ഷരങ്ങളും നമ്പറുകളും ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ അവയ്ക്കിപ്പോൾ വളരെ കൃത്യമായി പേര് നൽകുന്നത്. അതുകൊണ്ട് ഇനി ആകാശത്തേക്ക് നോക്കുമ്പോൾ വെറും തിളങ്ങുന്ന നക്ഷത്രങ്ങളെ മാത്രമല്ല, മനുഷ്യചരിത്രവും ശാസ്ത്രവും ഇഴചേർന്ന് കിടക്കുന്ന ആ വലിയ ഭൂപടം കൂടിയാകും നിങ്ങൾ കാണുക.